വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും സംസാരിച്ചതായി ഡൊണാൾഡ് ട്രംപ്. ഇരു നേതാക്കളും ചർച്ചകൾ ആരംഭിക്കാൻ സമ്മതിച്ചതായി ട്രംപ് യൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. പുടിനും ട്രംപും 1.5 മണിക്കൂറോളം ടെലിഫോണിൽ സംസാരിച്ചുവെന്നും ഇരുവരും കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചതായും ക്രെംലിൻ സ്ഥിരീകരിച്ചു. പശ്ചിമേഷ്യ, ഉഭയകക്ഷി ബന്ധങ്ങൾ, ഉക്രൈൻ, വാഷിംഗ്ടണും മോസ്കോയും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ച് പുടിനും ട്രംപും ചർച്ച ചെയ്തതായി ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. മയക്കുമരുന്ന് കുറ്റത്തിന് 3 വർഷത്തിലേറെ തടവിൽ അമേരിക്കൻ സ്കൂൾ അധ്യാപകനായ മാർക്ക് ഫോഗലിനെ റഷ്യ വിട്ടയച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുടിനും ട്രംപുമായി ചർച്ച നടത്തിയത്. ട്രംപുമായി അർത്ഥവത്തായ സംഭാഷണം നടത്തിയതായി സെലൻസ്കി പറഞ്ഞു. നയതന്ത്ര, സൈനിക, സാമ്പത്തിക മേഖലകളിലെ നിരവധി വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. പുടിനുമായി നടത്തിയ ചർച്ചകളിലെ വിവരങ്ങൾ ട്രംപ് അറിയിച്ചതായും സെലൻസ്കി അറിയിച്ചു. എന്നാൽ ചർച്ചയിൽ ഉക്രൈൻ കക്ഷിയാകുമോ എന്ന് വ്യക്തമാക്കാൻ വൈറ്റ് ഹൌസ് തയ്യാറായിട്ടില്ല. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാൾട്സ്, അംബാസഡറും പ്രത്യേക ദൂതനുമായ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരെ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ട്രംപ് നിർദ്ദേശിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം ചർച്ചകളിൽ യൂറോപ്യൻ പങ്കാളിത്തമില്ലാതെ യുക്രൈനിൽ ശാശ്വത സമാധാനം ഉണ്ടാകില്ലെന്ന് ഫ്രാൻസ്, ജർമ്മനി, UK എന്നീ രാജ്യങ്ങൾ പ്രതികരിച്ചു.